ആരാനിയാ മണിയടിച്ചേ? അറിയില്ല ചേട്ടാ. ചിദംബരം. അയ്യോ, തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ? മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കവളെ. മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവൻ വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റ് കിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ, ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്തമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹ മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ. ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും. നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ
ആദ്യം അവര് വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ? ഒരു മാർഗേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്താ അയാളുടെ പേര്? ഭൈരവൻ. അവൻ എവിടെയായിരുന്നാലും ശരി, കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം. എന്തായി? ആരാച്ചാർ എവിടെയുള്ളത് അന്വേഷിച്ചോ? മുഴുവൻ അരിച്ചു പിറക്കി സാർ. ഭൈരവനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഹൈദരെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയിന്ന് റൂമർ കേട്ടു സാർ. എല്ലാവരും കൂടി അയാളെയും കൊന്നോ? മറ്റു പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. സാർ. ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ? സാർ, പക്ഷെ അതിനാരും തയ്യാറില്ല സാർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ. അല്ലെങ്കിൽ PSC വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട്? സാർ, മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പ പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സാർ. താൻ ആ ആരാച്ചാരെ വിളിക്കാനൊന്നും പോകണ്ട. വെറും ഒരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്. എണ്ണി നോക്കിയിട്ട് പോരെങ്കിൽ പറയണം. സോറി സർ. ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തല മൊട്ടയടിക്കാമെന്ന് നേർച്ച ചേർന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചുവന്ന വശി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നതാ എനിക്കിഷ്ടം. ആ, നാളെ സാർ കണി കാണുന്നത് ആരാച്ചാരുടെ മുഖമായിരിക്കും. ഭൈരവന്റെ മുഖം. എന്താ? എന്തുപറ്റി? ഏയ്, ഒന്നുമില്ല. സ്വാമിനാഥേട്ടനും വേറെ 1-2 പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല. നല്ല സുഖമില്ല എന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ പുറത്താർക്കും മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് 1000ാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചച്ചി? ഉം. നേരെ ഇരുത്തി. എന്താ ഒരു വല്ലായ്മ? വീരനെ പോകാൻ അനുവദിക്കരുതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ. ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനിനി ഇല്ലെന്ന്.
വയസ്സായത്രേ. അയാളെയും ഹൈദരമരക്കാര് വിലയ്ക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുവോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാ അയാളുടെ താമസം? തമിഴ്നാട് ബോർഡറില. ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ? അദ്ദറിനോട് വണ്ടി ഇറക്കാൻ പറയും. ഞാൻ വേണ്ട. യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ, ഡ്രൈവർ ഈ കാറിനെ ഫോളോ ചെയ്തോളൂ. ആരാച്ചാർ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് VIP ആണെങ്കിൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ഏമാനെ. 2 ദിവസം മുമ്പ് മറ്റൊരു ഏമാൻ വന്ന് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞതാ. ഭൈരവ, വിധിക്കാനുള്ള അധികാരമേ ജഡ്ജിക്കുള്ളൂ. കൊല്ലാനുള്ള അധികാരം തനിക്കാ. ഇല്ല, കൊല്ലുന്ന പണി ഞാൻ നിർത്തി ഏമാനെ. തൂക്കാൻ വിധിച്ച ജഡ്ജിക്കില്ലാത്ത നൊമ്പരം തനിക്കെന്തിന്? ജഡ്ജിക്ക് സ്വർണ്ണപ്പേന കൊണ്ട് കണ്ണും പൂട്ടിയിരുന്ന് എഴുതിയാ മതി. കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കിക്കൊല്ലേണ്ടത് ആരാച്ചാരാ. അല്ലേ ഭൈരവ? ഈ ലോകത്ത് ആരാച്ചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല. ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന 150 രൂപ വളരെ തുച്ഛമായ കൂലിയാ. പഠിക്കണ്ട, ഉറങ്ങി പറയാം. പണം വേണ്ട ഏമാനെ. എനിക്കെന്റെ ജീവനാ വലുത്. മാപ്പാക്കണം. വാ പോകാം. ഇയാൾക്ക് പോയെങ്കിൽ ഞാൻ വരാം. നിങ്ങളാരാ? ഞാൻ കാശി. എന്റെ ചേട്ടായ ഭൈരവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഓടാകത്ത്. ചേട്ടായെ ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. മാലോകര് ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലെന്ന്. ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റ കിട്ടുവോ? ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റിപ്പിരി. ഞാൻ വരാമന്നെ. ഇതിനു മുമ്പ് ആരെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഉവ്വ്, ഒരാടിനെ കൊന്നുണ്ട്. ആളെ തൂക്കാൻ അറിയാമന്നെ. ചേട്ടായിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റായി പോയിട്ടുണ്ട്. തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ. ഏമാന് സംശയം ചേട്ടായിയോട് ചോദിച്ചു നോക്ക്. ചുമ്മാ ലിവർ വലിക്കണ പണിയെ ചേട്ടായിക്കുള്ളൂ. ഏമാനെ ഇവന് പ്രാന്താ. ഒന്ന് അകത്ത് പോടും. ആണുങ്ങളായ ഉശിര് വേണം. ഉയിര് പോയാലും ഉശിര് കളയരുത്. മുത്തച്ഛന് മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം. ഒരുപാട് പേരെ കൊന്ന ഹൈദരെ തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും. കേട്ടാ? പൂജയും വഴിപാടും ഒക്കെ കഴിച്ച് റെഡിയായിരിക്കും. നാളെ ജോസ് തരുമാനെ അയക്കാം. അയ്യോ എന്റെ അമ്മ, അത് പറ്റില്ല. ഇതെന്റെ കന്നി തൂക്ക. 3 ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഓ. ആ, ഇത് വെച്ചോളൂ. ഓ. വേദന ഉണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോൾ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിട്ടുള്ള പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാ. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ്, ഇപ്പോഴല്ല, പിന്നെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും.
കാത്തിരിക്കൂ നീയെ. എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു അത് പിന്നെ രാജുവിനെ വേണ്ട. രാജുവിനെ. രാജു ഞാൻ രാജുവിനെ രാജുവിനെ വിട്. അവളെ അല്ലല്ലടാ. രാജു ഞാനൊന്നും പറയണ്ട. തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിക്കുന്നേ? അംഗം കഴിഞ്ഞു ഓയിട എല്ലാരും. അണ്ണൻ ഈ കേസിൽ ഇടപെടാൻ ഇവന്മാരെ തിരിച്ചെടുത്ത് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലയിൽ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്. കൂട്ടുകാരാണ് പോലും കുരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ എന്റെ ചായ്പ കൂടിക്കോ. എന്താണ് ഒരു ആലോചന? അവന് നമ്മളെ പോലെയാണ്. വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലോ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഏട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു.
പോലീസ് പോലീസ് തിരിച്ചോ എടാ ഇത് വളയ്ക്കോടാ ഞാൻ നോക്കണ്ട് വിട്ടു വിട്ടു വിട്ടോ നീ ഇവിടെ നിൽക്കേ ഞങ്ങൾ പോയിട്ട് വരാം അത് പിടി നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ വാ ആ ആ താക്കോലെടുക്ക് അതല്ല ആ തീരിൻ്റെ താക്കോലിട്ട് നോക്കി ഭാരം മറ്റേ ആ അത് തന്നെ ഓക്കെ അതെ എന്താ ഈ വീട്ടിലാരെങ്കിലും ഉണ്ടാവോ എടാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ മിണ്ടാതെ പാടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാലോ എനിക്ക് പേടിയായിട്ട് പാടില്ല അപ്പൊ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഇവിടെ വല്ലതും ഉണ്ടാവോ അറിയില്ല വാ നോക്കാം മിണ്ടാരിടാ തുറക്ക് നോക്ക് നോക്കവിടെ പോ നോക്കാം നോക്കട്ടെ ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം കയറിയത് വെറുതെ ആയോ വല്ല ബാങ്കിലെ ATM കയറിയാൽ മതി നമ്മളെ പറഞ്ഞല്ലേ ചെല്ല് ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ അറിയില്ല വാ നോക്കാം ഇതിനകത്ത് നോക്കണോ പൂട്ടിയിട്ടില്ല ചിലപ്പം മറന്നതാണെങ്കിലോ പറയാൻ പറ്റത്തില്ല വാ എന്തുവാടാ നടോക്ക് നോക്ക് തുറക്കടാ നീ നോക്കടാ ആകെ ഇത്രയുള്ള പിന്നെ ഇത് വല്ലതും കൊണ്ടുവരിക്കൂ ഉണ്ടായിരടാ പിടി കൊച്ചപ്പ പോലെ ബിസിനസ് തുടങ്ങാം പോടണം എന്തൊക്കെ പാടുപെട്ടതാണ് ഇതിലും ഭേദം വല്ല തെണ്ടാൻ പോണതാണ് കോപ്പ് പണ്ടാറടങ്ങാൻ എന്താ കട്ടിലാരായിട്ട് കിടപ്പട്ടെ
ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തുനിന്ന് വെള്ളം വെച്ചില്ല. ആ എന്നടാ ബേ പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? ആ എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോൾ റോഡിൽ റഷ് കൂടും, പുറകെ തന്നെ ബ്ലോക്കും. സമയത്ത് എത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലില്. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെയാ വന്നത്?